ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഓർക്ക ജപിക്കൂ. എന്താ എല്ലാവർക്കും ഒരു സംശയം, ജപിക്കണോ വേണ്ടേ? കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ഗോപികാ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്.
ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ ഇന്ന് 23-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ അപ്പോൾ ഏകദേശം അല്ലേ പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു 5-6-7 ദിവസമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഒരാഴ്ചയും കൂടി നമ്മുടെ മുമ്പിൽ രാമായണ പാരായണത്തിനുണ്ട്. അപ്പോൾ അത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അത് ഭഗവാന് മാത്രമേ നിശ്ചയമുള്ളൂ. നമ്മൾ വേണ്ടതുപോലെ പാരായണം ചെയ്തോ, വേണ്ടതുപോലെ ശ്രദ്ധിച്ചോ, വേണ്ടതുപോലെ ഉൾക്കൊണ്ടോ ഒന്നും അറിയില്ല. ഒക്കെ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ഇവിടെ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മളെ ഇരുത്തിയത് തന്നെ ഏറ്റവും വലിയ കൃപാകടാക്ഷം, അത്രേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ഇപ്പോൾ ഇതിൽ തന്നെ നമ്മളെപ്പോഴും കാണുമല്ലേ, രാവണനോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ 100 ന്യായങ്ങൾ പറഞ്ഞിട്ട് രാവണൻ അതിനെതിരാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞ് ഒരാളെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അത് നമ്മളെക്കൊണ്ട് സാധ്യമാവണ കാര്യമല്ല. ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ്. ആരാണോ പറയുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് ശ്രവിക്കണത് ഭഗവാന്റെ വാക്കുകൾ തന്നെയാണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അത് അങ്ങനെയാണെന്ന് കേൾക്കണവർക്ക് ബോധ്യപ്പെടണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ജീവൻ്റെയും ഗതിക്ക് അനുസരിച്ചിട്ടാണ്. 10 പ്രാവശ്യം പറഞ്ഞിട്ടും ചിലപ്പോൾ 10 പ്രാവശ്യം പറയും, ചിലപ്പോൾ 50 പ്രാവശ്യം പറയും, ചിലപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു കാര്യം അടുത്ത തവണ പറയുമ്പോൾ പെട്ടെന്നത് അത് ജീവിതത്തിലേക്ക് അപ്പോഴാവും അത് ഉള്ളിലേക്ക് എത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മരം മുറിക്കണ കഥ പറഞ്ഞ പോലെ 40 പ്രാവശ്യം വെട്ടിയിട്ടും മുറിയാത്ത മരം ഒരൊറ്റ വെട്ടുകൊണ്ട് മുറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ 40 തവണ വെട്ടിയത് കൊണ്ടാണ് അത് 41ാമത്തെ വട്ടം മുറിഞ്ഞത്. അപ്പോൾ 40 വട്ടം വെട്ടിയ ആ മരത്തിൻ്റെ കഥ പോലെയാണ്. അപ്പോൾ അതുപോലെ എപ്പോഴാണ് ഇത് ഓരോരുത്തരുടെയും നമ്മളിവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, ഈ കേൾക്കണത് വേണ്ടതുപോലെ നമ്മൾ ശ്രവിച്ചോ എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്നേ അറിയുള്ളൂ. കാരണം ശ്രവിക്കേണ്ടത് പോലെ ശ്രവിച്ചാൽ നമുക്ക് ആ ഈശ്വരൻ്റെ അനുഭൂതി ഉണ്ടാവും, ആ ആനന്ദത്തിനെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അതിലേക്കുള്ള ആ ഓരോ അടിവെച്ച് അങ്ങോട്ട് പോവുകയാണ് അല്ലേ. ഇപ്പോൾ അച്ഛൻ ഒരു ഭാഗത്ത് നിൽക്കണു, അമ്മ ഒരു ഭാഗത്ത് നിൽക്കണു. അപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് കുട്ടി ഒറ്റടി വെച്ച് നടക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ കൈയടിച്ച് വിളിക്കുക, വരൂ എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി നടന്ന് ഈ 2 അടിയും കൂടി വെച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തും എന്നുള്ളത് എത്തിയപ്പോഴേക്കും അപ്പോഴേക്കും അതിന് തോന്നിയില്ല ഞാൻ വീണ് പോകുമെന്ന് തോന്നിയിട്ട് തിരിച്ചൊരൊറ്റ ഓട്ടോ ഓടി. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു, അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാതെ. അതുപോലെയാണ് നമ്മൾ അവിടെ വരെ നടന്ന് ഈ 2 അടി അങ്ങോട്ട് വെച്ചാൽ മതി. ആ 2 അടി അങ്ങോട്ട് വയ്ക്കാണ് തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യണത്. തിരിഞ്ഞ് ഓടാൻ ബുദ്ധിമുട്ടില്ല, 2 അടിയും കൂടി മുന്നാക്കം വയ്ക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അറ്റം വരെ എത്തിയിട്ട് തിരിഞ്ഞ് ഓടണ പോലെയാണ് നമ്മളിപ്പോൾ ഓരോന്നും വേണ്ടതുപോലെ നമ്മളത് കേട്ട് കഴിഞ്ഞ് വേണ്ടതുപോലെ ഉൾക്കൊണ്ടുവെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളണവർക്ക് മാത്രമേ അത് വേണ്ടതുപോലെ ശ്രവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, പറയണ ആൾ ഇതൊക്കെ അനുഭവമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് അതല്ല. ആ ഉള്ളിൽ പറഞ്ഞില്ലേ, ഉള്ളിലിരുന്ന് പറയണത് ആരാ? ഭഗവാനാണ്. നിങ്ങളെപ്പോലെ ഒരു ശ്രോതാവ് തന്നെയാണ് ഞാനും. ഭഗവാന് നിങ്ങളെക്കാളും കൂടുതൽ കരുതൽ എന്നോട് വേണമെന്ന് ഗുരുവായൂരപ്പന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുല്ലോർലത്തെ അവർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കാളും കഷ്ടം എൻ്റെ കഥ. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് കൂടെ വരുന്നത് എന്താ, ഇതൊന്ന് കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനെന്തിനാ അവിടെ പറഞ്ഞ, അയ്യോ ഞാനിത് വായിക്കാൻ ഏൽപ്പിച്ചതല്ലേ, ഏൽപ്പിച്ച കാര്യം ചെയ്യാണ്ട് എങ്ങനെയാണ് നിർത്തിയില്ലല്ലോ എന്ന് വെച്ചിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനത്താണ് ഞാനിരിക്കണേ വെച്ചാൽ ഒരു പക്ഷേ ഞാനും ഇപ്പോൾ ഒരു ദിവസം വന്ന് 2 ദിവസം വന്നില്ല എന്നൊക്കെ ഇരിക്കും. അത് സാരല്ല, ഇനി നാളെ പോവാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, നിങ്ങളെക്കാളും കഷ്ടം എൻ്റെ കഥ എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടത്തിൽ എന്നെക്കാൾ എത്രയോ ഉയർന്ന തലത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. പ്രായം കൊണ്ട് പോലും നമ്മളെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ആ പ്രായത്തെ പോലും അതിൻ്റെ ആ പ്രായമൊന്നും നോക്കാണ്ട് ആകെ കൂടി ആ ഭഗവാന്റെ കഥ കേൾക്കണം എന്നുള്ള
ആ ഒരൊറ്റ ആഗ്രഹത്തോടു കൂടി ഭഗവാന്റെ മുമ്പിൽ എത്തുന്ന ആഗ്രഹത്തോടു കൂടി എത്തുന്നു. നമ്മളിതാ 100 കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആരാ കൂടുതൽ ശ്രേഷ്ഠം എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവാൻ അറിയാം, ഭഗവാൻ ഇവിടെ ഇരുത്തിയേക്കുന്നത് എൻ്റെ മഹത്വം കൊണ്ടല്ല, ആ ഒരു സംഗതി ഭഗവാൻ അറിയാം. അല്ലെങ്കിൽ ഇതിനെ അപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ വല്ലാത്ത വികൃതിയാവും സ്കൂളിൽ, ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ടീച്ചർമാരെന്ത് ചെയ്യും, നീ ഈ ക്ലാസ്സിലെ ലീഡറാക്കും, ഇവിടെ കുറിപ്പ് കാണിക്കണം, അവരുടെ പേരൊക്കെ എഴുതണം, അവരൊക്കെ നോക്കണം. ലീഡറാക്കിയവന് പിന്നെ കുരുത്തക്കേട് കുറയും. അപ്പോൾ അവൻ മിടുക്കനായിട്ടല്ല അവനെ ചിലപ്പോൾ ലീഡറാക്കണേ, അവൻ്റെ കുരുത്തക്കേട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവനെ ലീഡറാക്കണേ. കാരണം എന്താ വെച്ചാൽ അവൻ കുരുത്തക്കേട് കുറയും. അതുപോലെ ആണ് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, കുറച്ചൊന്നുമല്ല. അപ്പോൾ ആ ഭഗവാന്റെ അപാരമായ കാരുണ്യമാണ്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഒരു ശ്രോതാവ് തന്നെയാണ് ഞാനും. ഇത് എൻ്റെ ഉള്ളിലേക്കും കൂടി വേണ്ടിയിട്ട് ആ ഭഗവാൻ പറഞ്ഞു തരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു അത്യത്ഭുതമായ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. അവിടെ സമർപ്പിച്ച പുഷ്പങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സ് എന്ന ഭാവത്തിൽ നമ്മളിത് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. ആ മനസ്സ് ആ പാദത്തിൽ നിന്ന് വിട്ട് എവിടേക്കും ഓടിപ്പോവാണ്ട്, ആ ചപലായിട്ടുള്ള കുരങ്ങിനെ പോലെ ചാടിക്കളിക്കാണ്ട് ആ മനസ്സ് ആ പാതാരവിന്ദത്തിൽ, ആ പാദത്തിൻ്റെ ഭഗവാന്റെ ആ തൃപ്പാദത്തിൻ്റെ ഹരിമധുരം ആസ്വദിച്ചു കൊണ്ടിരിക്കാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ. പഞ്ചേന്ദ്രിയങ്ങൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ലയിക്കാനായിട്ട് അനുഗ്രഹിക്കണേ. ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാം ഭഗവാനെ അവിടുത്തെ ആ കാരുണ്യമായിട്ട് ഉള്ളിലുള്ള മനോമാലിന്യങ്ങളൊക്കെ തീർന്ന് ആ ഉള്ളു തെളിഞ്ഞ് അവിടുത്തെ ആ കൃഷ്ണാനുഭവം, ആ ഈശ്വരാനുഭവം ഞങ്ങൾക്ക്, ആനന്ദാനുഭവം ഞങ്ങൾക്ക് പകർന്നു തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ജാനകി ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാധിസേവിതം കവിദ്ഗജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദമംഗലം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം, ജയ ജയ രാമ രാമ. ഹര നമ പാർവതീപതയേ, ഹര രാമ മഹാദേവ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ
ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ദിവസം നമ്മൾ വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നു. രാമൻ പറയണു, രാമനോട് പറയണു, ആ ഭക്തി വളർന്നിട്ട് ശുദ്ധമതികളായിട്ടിരിക്കുന്ന ജ്ഞാനികളുടെ ജ്ഞാനികളുടെ ആ യോഗികളുടെ അവരുടെ മനസ്സിലാണ് ഞാനിരിക്കണത് എപ്പോഴും എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് എന്നെ ധ്യാനിച്ചിട്ടിരുന്നോളൂ എന്ന് പറയണു. പിന്നെ ആ വിഭീഷണൻ അഭിഷേകം ചെയ്യാണ്. എന്നെ കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ ഇവന് ലഭിക്കണം, അതുകൊണ്ട് ഇവനെ ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞിട്ട് വിഭീഷണനെ അഭിഷേകം ചെയ്ത ഭാഗങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി ശുഗബന്ധനം എന്നുള്ള ഭാഗമാണ്. അതിൻ്റെ പേജ് പറഞ്ഞോളൂ, അപ്പോൾ അറിയാം. കിട്ടിയില്ല എല്ലാവർക്കും? ഇന്നലെ വന്നവരെല്ലാവരും വന്നത്തെ കാരണം കൊണ്ട് കുഴപ്പമില്ല. കുറച്ച് പേര് വരാണ്ടും ഇരുന്നു. അപ്പോൾ രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടാരാജനം സുഗ്രീവനോടിതം. രാക്ഷസാദീശ്വരൻ്റെ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരാസൂനോ പരാക്രമവാരിധേ ഭാനൂതനയനം ഭാഗധേയാംബുദേ വാനരാരാജ മഹാകുലാസംഭവ ആദിദേയേന്ദ്ര സുധാനുജനാകയാൽ പ്രാതസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈര്യമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജാകുമാരനം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനദീനെന്തു തേ മർക്കടാസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാം നഗരീക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരാമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരായൂഥവും എന്തോന്നു കാട്ടുന്നതെന്നോടവിടെ വന്ന് അന്ധകാരം നിനച്ചിടായിക നീ വൃഥ. ഇത്തം ശുഗോക്തികൾ കേട്ടു കപീകുലം ഉദ്ധായ ചാടി പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹാരങ്ങളേറ്റു ചുഗനദി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ, നാഥധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ജൈകാശു മാനവാവീരാഹദോഹം പ്രപാഹിമാം. ഇത്തം ശുഗാപരിവേദനം കേട്ടോരു ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ചുഗന്ധത. ചൊല്ലിനാൻ സുഗ്രീവനോടു താനെന്തോന്നു ചൊല്ലേണ്ടതെന്നങ്ങു
ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശൂശുകനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണാമാശു സപുത്ര ബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിനാ ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്കു കിഷ്കിന്തയ്ക്കു രണ്ടില്ലതീനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞവൻ അർക്കാന്വയോത്ഭുവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടു നാം ഒഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ. ഞാനുരാ ചെയ്തേ അയക്കാവതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനതാ കൈവിട്ടു കാത്തുകൊണ്ടിടിനാൻ. ശാർദൂല വിക്രമം പൂണ്ടു കപികുലം ദീനതാ കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപികുലം. ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകാലുള്ള വണ്ണാമതു കെട്ടൊരു രാത്രിഞ്ചരേശ്വരനാക്കിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്യതം ചീർത്ത ദുഃഖത്തോടും ദീർഘമായേറ്റവും വീർത്തുപോയങ്ങൾ കാണാഞ്ഞിരുന്നിടിനൻ. തൽക്കാല അർക്കാകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കബീവരന്മാരോടും രക്ഷോവരനം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്കുക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവാരേതും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയാതിങ്ങനെ തന്നെ എന്നർണവാതീരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭാവിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുതാവിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രമുപാസിച്ചതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിധിയുമതി ക്രോധേന രക്താന്തനേത്രനം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശരാവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ. നിർണയം സാഗരാമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലാമെന്നിയെ വാഴുകീലെന്നുടെ എന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കബീകുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെന്തുർവാരമായ ശിലിമുഖാവിക്രമം ഭസ്മമാക്കിയിടുവൻ വരന്നിധീയൻ. വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം നിത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനാജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ധിയും ശോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തങ്കമായ തരംഗാവലിയോടും സ്തത്രങ്ങളായി പരീതപ്തങ്ങളായി വന്നിത് തിമീഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിസ്തസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവ മായാ ഗുണാവശാൽ ഭൂതങ്ങളെ ഭവൻ സൃഷ്ടിച്ചതു നേരം
സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളാൽ കഷ്ടാമിതാർക്കു നീക്കാവൂതവാമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗഭാവ സ്വഭാവത്തെയും നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ളത് ഭൂതങ്ങൾ താമസാശീലമായി തന്നെ വരൂ വിഭോ. താമസാമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസാഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നമായി ദേവാദികൾ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തത്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോ ഭൂതനായി ഭൂപതി താനുമുത്തമ പുരുഷാരാമാദയാനിതേ. മായയാ ചന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാചിതജ്ഞനായോരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖാജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടാപശൂനം യഥാലകൂഢം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണ്യപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമാലങ്കാമാർഗമാശൂദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ തനുമരുൾ ചെയ്തു ബാണം മദീയാമോഘാമതിന്നിഹ. വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരണമെനിക്കു ആരാന്നിധേ. അർണവാനാഥനം ചൊല്ലിനാൻ അന്നേരം അന്യുന്യകാരണ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശി തീരഭൂതലേ ചിത്രദ്രുമാകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരാരത്രയും ഭാരാമുപദ്രവിച്ചിടുവോർ വേഗാല വീഴയ്ക്കയക്ക ബാണം ധവാലോകോപകാരമാവതു നിർണയം. രാമനും ബാണാമയച്ചാനതു നേരമാമയം തേടിയിടുമാ വീരമണ്ഡലം. എല്ലാം ഉടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തൂണീരവും ബുക്കിതാതരാൽ ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത്പ്രദേശം തഥാ തൽക്കുലാദേശവൂ. അന്നു തൊട്ടെത്രയും മുഖ്യാജനപ്രദമായി വന്നിതിപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരാമന്നേരമാകുലാമെന്നിയെ മജ്ജലെ സത്വരം സേതു ബന്ധിക്ക നളനം കബീവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പ പ്രക്രിയാതൽപരനത്രയും വിശ്വാദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടാൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വതാതുല്യ ശരീരികളാകിയ ദുർവാര വീര്യാമി എന്ന കവികളും സർവദിക്കിങ്കലു നിന്നും സപാരസം പർവ്വത പാഷാണപാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരൂതരെ കണ്ട വിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതാമായുടെ 5 യോജന വിസ്താരമാം വണ്ണം
ഇത്തം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദാശാരഥി ജഗദീശ്വരൻ വ്യോമകേശം പരാമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമാമരുൾ ചെയ്തു ശോഭനാമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപാഹരമായ ത്രിലോകാഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനാനേവാമരുൾ ചെയ്തു. യാതൊരു മത്യാനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപ്പെട്ടതിശുദ്ധനായി വന്നുകൂടും. അതനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനാവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ടതാ കൈവിട്ടു വാരാണസീപുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ഉചിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമത്സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നൊരു ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജാനം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുതാമദ്രിഭാഷാണാതരുക്കളായതിനെ തീർന്നു 14 യോജന തീർന്നത് 20 യോജന പിറ്റെന്നാൽ 3-ാം ദിനാം 21 യോജന 4-ാം ദിനാം 22 23-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായുധം ചഞ്ചലാമെന്നിയെ തീർത്തോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാൻ മാരുത കണ്ടേ കരേറി രഘുത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യന്നു സുബേജലാമുകളേറിനാൻ വാനരാസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജമ്പാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണാമയുദ്ധുജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭാഗോപുര ജാലാ ശതഗ്നി സമന്വിതം പ്രാസാദമൂർധിനി വിസ്തീർണദേശേ മുദാ വാസവാതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭീ സങ്കുലേ രത്നദണ്ഡാതപത്രൈരൂപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലാതരൂണിമാരെ കൊണ്ട് വീയിച്ചു നീലശൈലാപം ദശാകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മനസ്സേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ ജാനകീ ജീവനസ്മരണം. വിഭീഷണൻ്റെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഒരു ശുഗൻ എന്ന് പറഞ്ഞ ഒരു രാവണൻ്റെ ഒരു ചാരനായിട്ടുള്ള ഒരു നിയോഗിച്ചിട്ടുള്ള ഒരു ദൂതനായിട്ടുള്ള ശുഗൻ വന്നിട്ട് പറഞ്ഞു. ആരോടാ പറയണത്? സുഗ്രീവനോടാ പറയണത്. സൂര്യപുത്രനാണ് സുഗ്രീവൻ. അപ്പോൾ പറഞ്ഞു, സൂര്യപുത്ര ഇതാ ആ രാവണൻ്റെ സന്ദേശം ഞാൻ പറയാൻ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് വായിക്കുക. സന്ദേശമൊക്കെ ആ രാവണൻ പറയണ പോലെയാണ്. പറയാണ്, ബാലിയുടെ അനുജനാകണോണ്ട് നീ എനിക്ക് സഹോദര തുല്യനാണ്, അതുകൊണ്ട് ഒരു വിരോധം നിന്നോടില്ല, എനിക്ക് നിന്നോടും വിരോധമില്ല, നിനക്ക് എന്നോടും വിരോധമില്ല. പിന്നെ ഏതോ ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ടുള്ള ആ രാമൻ്റെ ഭാര്യയായിട്ടുള്ള ആ സീതയെ ഞാൻ മോഷ്ടിച്ചതിന് നിനക്കിപ്പോൾ എന്താ ചേതം? നിനക്ക് വല്ല കുഴപ്പം അതുകൊണ്ട് സംഭവിച്ചു. അതുകൊണ്ട് നീ ആ വാനര സൈന്യത്തെയൊക്കെ കൂട്ടിയിട്ട് കിഷ്കിന്ധയ്ക്ക് പൊക്കോളൂ. ദേവന്മാർക്ക് പോലും കടക്കാൻ പറ്റാത്ത വിധത്തിലാണ് ലങ്കാപുരം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ അശക്തരായിട്ടുള്ള മനുഷ്യരും കുരങ്ങന്മാരൊക്കെ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? അതുകൊണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്തത് ചെയ്യേണ്ട, മടങ്ങി പൊക്കോളൂ എന്ന് പറയണ കേട്ടു. അപ്പോൾ ഇത് പറയണ കേട്ടപ്പോൾ വാനരന്മാരൊക്കെ ദേഷ്യത്തോട് കൂടിയിട്ട് ആ ശുഗനെ ചാടി പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ
ശുഗൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാരെ വേഗം തടുക്കണേ, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ ശുഗൻ്റെ ആ നിലവിളി കേട്ടിട്ട് ആ ഭഗവാൻ ആ വാനരന്മാരോട് പറഞ്ഞു അത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ശുഗൻ വീണ്ടും ആ സുഗ്രീവനോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് രാവണനോട് എന്താ പറയേണ്ടതെന്ന് പറയുമെന്ന്. അപ്പോൾ പറഞ്ഞു ആ പേര് കേട്ട ആ ബാലിയെ പോലെ തന്നെ അങ്ങയും പുത്രന്മാരും അടക്കം എല്ലാവരും കൂടിയിട്ട് ആ ലങ്ക അടക്കം നശിപ്പിച്ച് വധിക്കണം. ആ ശ്രീരാമൻ്റെ പത്നിയെ കട്ടിക്കൊണ്ടുപോയ കള്ളനെന്ന് ആ കള്ളനെ കൊന്നിട്ട് സീതാദേവിയെ തിരിച്ചു കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് പറയും. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറയും ആ ശുഗനെ ഇപ്പം തൽക്കാലം പറഞ്ഞേക്കേണ്ട, നമ്മുടെ കൂട്ടത്തിൽ ബന്ധിച്ച് നിർത്തിക്കോളൂ. അതായത് നന്നായിട്ട് നോക്കിക്കൊണ്ട് ബന്ധിച്ച് നിർത്തണം, ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ്, നന്നായിട്ട് ബന്ധിച്ചിട്ട് നന്നായിട്ട് പരിചരിക്കണം അവനെ, ഞാൻ പറഞ്ഞിട്ടേ വിട്ടയക്കാവൂ എന്ന് പറയും. പിന്നെ സേതുബന്ധനത്തിനായിട്ട് കടൽ കടക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും കടൽ വരുണനാണല്ലോ, വരുണനെ ഭജിച്ച് പ്രസാദിപ്പിച്ചാൽ നമുക്ക് എന്താ പ്രയാസം കടൽ കടക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞത് നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ടാ 3 രാത്രിയും രാവും പകലും 3 ദിവസം ആ വരുണനെ പൂജിച്ചിട്ട് ഉപാസനയോട് കൂടിയിട്ട് രാവും പകലും മുഴുവനും ധ്യാനത്തിലിരുന്നു. എന്നിട്ടും ആ വരുണൻ പ്രത്യക്ഷമായില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാന് ആ ക്രോധത്തോട് കൂടിയിട്ട് പറഞ്ഞു ലക്ഷ്മണ അമ്പും വില്ലും കൊണ്ടുവരും, അതാ വഴി തരണില്ലെങ്കിൽ ഈ സമുദ്രത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ എൻ്റെ പൂർവികന്മാരാണ് വളർത്തിയെടുത്തതുകൊണ്ടാണ് സാഗരം എന്ന് പേര് കേട്ടത്. അപ്പം ഞാൻ തന്നെ ഉന്മൂലനാശം ചെയ്യേണ്ടത് വരികയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭയത്തോടു കൂടിയിട്ട് ആ വരുണ വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, നമസ്കരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങ് എന്നെ ഉപദ്രവിക്കരുത്, എന്നെ രക്ഷിക്കണം. കാലസ്വരൂപനായ അങ്ങ് പഞ്ചഭൂതങ്ങളെ ജഡസ്വഭാവത്തിൽ സൃഷ്ടിച്ചു. അപ്പം അങ്ങയുടെ ആ അഭിമതത്തെ നീക്കാൻ ആർക്കാ കഴിയുക? ആ ജഡസ്വഭാവത്തോടു കൂടിയിട്ടാണ് അങ്ങയുടെ എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് രൂപം കൊണ്ട ഭൂതങ്ങൾക്ക് താമസ സ്വഭാവമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണു സത്വങ്ങളിൽ നിന്ന് ദേവതകളെ, രജോ ഗുണത്തിൽ നിന്ന് പ്രജേഷാദികളും തമോ ഗുണത്തിൽ നിന്ന് ഭൂതനാഥനൊക്കെ ഉണ്ടായി. ലീലാമാനുഷനായ അങ്ങ് മായയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് മായാഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ഓരോ ലീലകളാടുന്നത് ഈ അറിവില്ലാത്ത ഞാൻ അങ്ങയെപ്പറ്റി എന്താ അറിയാനാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ കോപം അടക്കി എന്നെ അനുഗ്രഹിക്കണം, നേർവഴിക്ക് നയിക്കാൻ അങ്ങയ്ക്കും കൂടി ബാധ്യതയുണ്ട് എന്നെ പോലെയുള്ളവരെ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആ ഭഗവാനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ പറഞ്ഞു ഞാനെന്തായാലും അമ്പ് കുലച്ചു അല്ലേ, അതിനി വ്യർത്ഥാവില്ല, അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വടക്കേ ദിക്കിൽ ഈ സാഗരത്തിൻ്റെ തീരഭൂമിയിലെ വിചിത്ര വൃക്ഷങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശമുണ്ട്. പക്ഷേ രാക്ഷസന്മാർ ഉപദ്രവകാരികളായതുകൊണ്ട് ആർക്കും അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആവട്ടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശ്രീരാമൻ്റെ ബാണം അവിടേക്ക് വിക്ഷേപിച്ചു. അവിടെയുള്ള രാക്ഷസ സമൂഹത്തെയൊക്കെ നശിപ്പിച്ചിട്ട് ബാണം തിരികെ വന്നിട്ട് ആവനാഴിയിൽ വന്ന് ചേർന്നു. അങ്ങനെ ആ അസുര സമൂഹമൊക്കെ നശിച്ചത് കൊണ്ട് ആ പ്രദേശം ശോഭനമായിട്ട് തീർന്നിട്ട് ഇന്നും അത് ജനപ്രദമായിട്ട് മാറി എന്ന് പറയണം. അതിനുശേഷം വരുണൻ പറഞ്ഞു ഈ ആ നളൻ എന്ന വാനരൻ തന്നെ സേതു നിർമ്മിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും പ്രയാസം ഉണ്ടാവില്ല, ശില്പവിദ്യകളൊക്കെ അറിയണ ആളല്ലേ, അപ്പോൾ ഏറ്റവും ഉചിതം നളൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ വാനരമുഖ്യന്മാരായിട്ടുള്ളവരൊക്കെ കൂടിയിട്ട് ഭഗവാനെ വണങ്ങിയിട്ട് വലിയ വലിയ ദിക്കുകളിൽ നിന്ന് വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഇളക്കി പറിച്ച് കല്ലുകളും കട്ടകളും പാറകളൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസം 10 യോജന, പിന്നത്തെ ദിവസം 20 യോജന അങ്ങനെ അത് കെട്ടിയിട്ട് ചിറ കെട്ടാൻ തുടങ്ങി. അപ്പോൾ ആ സമയം ഭഗവാൻ എന്ത് ചെയ്തു, സേതുബന്ധന അവിടെ ആ സേതുബന്ധനത്തിനെ കണ്ടിട്ട്
അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ഒരു മണൽ കൊണ്ട് മഹാദേവൻ്റെ ഒരു ലിംഗം ഉണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷ്ഠ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പൂജയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആരാണോ ഇവിടെ വന്നിട്ട് ഈ സേതുബന്ധനം കണ്ടിട്ട് ഈ മഹാദേവനെ നമസ്കരിക്കുന്നത്, രാമേശ്വരൻ എന്നുള്ള പേരിലാണ് അറിയുക, ആ രാമേശ്വരനെ നമസ്കരിക്കുന്നത് അവരെ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരായിട്ട് തീരുന്നു. ഇന്നും ആൾക്കാർ പോണ്ട് രാമേശ്വരത്തൊക്കെ കുളിച്ച് തൊഴാൻ അല്ലേ. അപ്പോൾ അവർക്ക് മോക്ഷം ലഭിക്കും എന്ന് പറയണു. പിന്നെ പറയണു, ആദ്യം തന്നെ സേതുബന്ധനത്തിൽ മുങ്ങിയിട്ട് രാമേശ്വരനെ നമസ്കരിക്കുക. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് വേഗം കാശിയിൽ ചെന്നിട്ട് ഗംഗാസ്നാനം ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഗംഗാജലം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ആദ്യം രാമേശ്വരന് അഭിഷേകം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഭക്തന് സായുജ്യം ലഭിക്കും എന്നൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ആ സേതു ബന്ധനം ഇങ്ങനെ 5 നാൾ കൊണ്ട് 100 യോജനയുള്ള ആ സമുദ്രം പിന്നെ തരണം ചെയ്തിട്ട് ഒരു സേതുബന്ധനം ഉണ്ടാക്കി. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് സുബേല പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് ആ സേതുവിലേക്കൂടെ നടന്നു ചെന്നിട്ട് എല്ലാവരും എത്തിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് അത്യത്ഭുതമായിട്ടുള്ള ആ ലങ്കാപുരം നോക്കി കാണുകയാണ്. അപ്പോൾ ദേവേന്ദ്രന് തുല്യമായിട്ടുള്ള പ്രഭാവത്തോടെ രത്നസിംഹാസനത്ത് പതിച്ചിട്ടുള്ള ആ വെൺകട്ടക്കടയ്ക്ക് കീഴിലായിട്ട് ബാലതരുണിമാലെ കൊണ്ട് അലവട്ടങ്ങളൊക്കെ വീശിക്കൊണ്ട് മന്ത്രിമാരാൽ സേവിതനായിട്ട് 10 കിരീടങ്ങൾ അണിഞ്ഞിട്ട് നീലശൈലം പോലെ കാർമേഘം പോലെ അഴകേറിയ രാവണൻ വിലസുന്നത് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നേരത്തെ ബന്ധനത്തിലാക്കിയ ശുഗനെ വിട്ടയക്കൂ, ശുഗൻ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും രാവണനോട് പറയട്ടെ എന്ന് പറഞ്ഞ് ആ ശുഗനെ അവിടെ നിന്ന് വിട്ടയച്ചു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനൻ ഭക്തി മുഖാനവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാനാ വിരോധം വരുത്തി ആരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരക്തികൾ കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരാതീരോപരി ചെന്നൊരന്തരാമൻ്റെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവാരെന്നെ പിടിച്ചുടൻ കൊന്നുകളവൻ തുടങ്ങുന്ന ശാന്തരേ രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതന അയപ്പിനെന്നാദരവോടാവ് അവരോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതു കണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനരാസൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവാവീരാനുജ്ഞയാ സാദരം. പിന്നീട് കൂത്തമാൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നു അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലോമൊന്നു ഉഴറിച്ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്ന് പറയണം. എന്തോ ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി ഇരുന്നു കൊണ്ടു ഭവാൻ പോരുമതിനു ബലാമെങ്കിൽ എന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീലങ്കാപുരാവും നിശാചരാസേനയും ശങ്കാവീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുള്ളിൽ വന്നിഹോ ബുക്കോരു രോഷവും ആശുപ തീർത്തിയിടിനാൻ. നക്തഞ്ചരാകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ ഇരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് വന്നിച്ചു. നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടാലും അസംഖ്യം ബലം ദശാഖണ്ഡ പ്രഭോ കവി പുങ്കവ പാലിതം
പർവ്വതാസന്നിപന്മാരായ വാനരാരുർവീ കുലുങ്ങവേ ഗർജനാവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരാസേരയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി ദ്രുതം ശങ്കാവിഹീനാമലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടു വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനം സേനാപതി വന്യനന്ദനൻ അങ്കദനാകൂമിളയ രാജാവതീനങ്ങേതു കിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദനാനദിശങ്കോപമൻ തൽപാർശ്വസീമനി നിൽക്കുന്ന വാതജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജദാസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവേദനും നന്ദനന്മാരല്ലോ സേതുകർത്താവം നളനതിന്നങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ ബനാസൻ കുമുദൻ വിനീതനും വീരം വിഷപൻ വികടൻ വിശാലനും മാരുതീതൻ പിതാവാകിയ കേശരി ശൂരനായിടും പ്രമാദി ചതാബലീജ സാരനാം ജമ്പുവാനും വേഗദർശിയും വീരം ജഗഗജനും ഗവേയം ഗവാക്ഷണം ശൂരൻ ദീമുഖൻ ജ്യോതിർമുഖ നദീ ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാരാറു 67 കോടി യുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വള്ളം പടയുമുണ്ടുള്ളത് അവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മനുഷ്യനല്ലാതിനാരായണൻ അമ്പരം പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്തനും ലോകമാതാവും പിതാവും ജനകജാലക രാഘവന്മാരെന്നറിയുക വഴി പോലെ വൈരാമവാരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി തന്മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതാമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവാമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്ക നീ. ഹന്താജടാത്മകമായ കായത്തിങ്കൽ എന്തൊരസ്ഥാഭവിക്കുന്നു ധീമതം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃത്യങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു. സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ വശത്തേന ചെയ്യുന്നു. ജന്മാമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കലകനീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മനാമാത്മന കണ്ടൂതലീക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനീ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരാശ്വാദിദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതാഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്യനാം ബ്രാഹ്മണാഢ്യൻ ഭവ പൗലസ്ത്യപുത്രനാം
ബ്രാഹ്മണാഢ്യം ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരാതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരനദ്വയൻ സീതയെ രാമനെ കൊണ്ടേ കൊടുത്തു തൽപാദാ പത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞിതു, നല്ല ജനത്തോട് ചോദിച്ചു കൊൾകടോ. രാമേതി രാമേതി ജപിച്ചുകൊണ്ടമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോട് രാമചന്ദ്രൻ ഭക്തവത്സലം ലോകാശരണ്യം ശരണതം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണാസംയുധം രക്ഷാനിപൂണം വിഭീഷണാസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊൾകിലോ മുക്തി വന്നിടുവാതീനില്ല സംശയം. ഇത്തം ശുകാവാക്യമാ അജ്ഞാനനാശനം ശുദ്ധാദശാസ്യനും ക്രോധതാം രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്തഭൻ ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, ഒന്നുകൂടും മരണം നിനക്കേതുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ എന്നു തന്മന്ദിരം പുക്കിരുന്നീടിനാൻ. ജാനകീ ജീവനസ്മരണം. ആ ശുഗനോട് ചെന്നിട്ട് വിവരമൊക്കെ പറയാൻ പറഞ്ഞ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞയക്കുമ്പോൾ അവിടെ വന്നതാ പറയണു. ആ രാവണനോട് എല്ലാ കാര്യങ്ങളും പറയാണ്. ഭഗവാൻ ആ രാവണനോട് അങ്ങയുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറയാണ്. അപ്പം പറയാണ്, ഹരേ കൃഷ്ണ, ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങയുടെ വാക്കുകളൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ ആ വാനരന്മാരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ രാമചന്ദ്രപ്രഭുവിനെ വിളിച്ചിട്ട് കരഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അവരിൽ നിന്നൊക്കെ രക്ഷിച്ചു. എന്നിട്ട് രാമചന്ദ്രപ്രഭു പറഞ്ഞു, നീ രാമനോട് ചെന്ന് പറയണം, ഒന്നുകിൽ സീതയെ തിരിച്ചു തരിക അല്ലെങ്കിൽ യുദ്ധത്തിന് തുടങ്ങുക. ഏതായാലും എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്, ഏത് വേണമെങ്കിലും ചെയ്തോളൂ. സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അന്ധഭാവത്തിൽ കഴിയാനായിട്ട് നിനക്കൊരു പ്രേരണ നൽകിയ ആ കരുത്തുണ്ടല്ലോ, ആ കരുത്ത് ഇന്ന് യുദ്ധത്തിന് വേണ്ടി കാണിക്കൂ. ലങ്കാപുരിയും രാക്ഷസന്മാർ സൈന്യത്തെയൊക്കെ ഞാൻ എൻ്റെ ശരങ്ങളെ കൊണ്ട് തകർത്തിട്ട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കോപത്തെ ഞാൻ ഇല്ലാണ്ടാക്കുന്നുണ്ട് എന്ന് രാവണനോട് പോയി പറയാൻ പറഞ്ഞിട്ട് ഞാനിതാ വരണു. അത് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സഹോദരനോട് അങ്ങനെ പറഞ്ഞിട്ട് സുഗ്രീവ അങ്ങയുടെ സഹോദരനായിട്ടുള്ള വിഭീഷണനും ഞാനവിടെ കണ്ടു. അപ്പം അങ്ങനെ ആ സുഗ്രീവ ലക്ഷ്മണന്മാരോടൊപ്പം കണക്കറ്റ സൈന്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സൈന്യത്തിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പറയണു, ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവസാനം പറയുകയാണ്, ആ ശ്രീരാമദേവൻ മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സീതാദേവി ആവട്ടെ യോഗമായാദേവിയാണ്. അപ്പോൾ ആ ലക്ഷ്മണൻ അനന്തനാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് വിരോധം ഉണ്ടാവാൻ എന്താ കാരണം ഉണ്ടായത്? അവർ ശരീരം പഞ്ചഭൂതമായിട്ടുള്ള ശരീരമാണ്. അപ്പോൾ ഈ ശരീരങ്ങൾക്ക് നാശം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ശരീരത്തിലെ ത്വക്ക്, മാംസം, മേധസ്, അസ്ഥി, മൂത്രം, മലം ഇതൊക്കെ കൂടിച്ചേർന്നിട്ട് ദുർഗന്ധം നിറഞ്ഞ ഒരു വസ്തുവാണ് ഈ ശരീരം, അല്ലേ? ഈ തൊലി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടാണ് ഇതൊന്നും കാക്ക കൊത്തി പറിക്കാണ്ടിരിക്കണത്. അല്ലെങ്കിൽ ആ തൊലി അല്ലേ, ആ എവിടെയെങ്കിലും ഒരിക്കൽ വേണ്ട, നമ്മുടെ ശരീരത്തിലൊരിക്കൽ ആ പൊട്ടിയിട്ട് ഉണങ്ങാണ്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം എങ്ങനെയാണ്? ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് ഏതെങ്കിലും ഉണ്ടോ? വിയർപ്പ്
ആ വായ തുറന്നാൽ വരുന്ന തുപ്പൽ, മൂക്കിൽ നിന്ന് വരുന്നത്, ചെവിയിൽ നിന്ന് വരുന്നത്, രോമകൂപത്തിൽ നിന്ന് വരുന്നത്, അങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏതെങ്കിലും ഒന്നിന് സുഗന്ധമുണ്ടോ? ഒന്നിനും സുഗന്ധമില്ല, ഒക്കെ ദുർഗന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ദുർഗന്ധം വമിക്കേണ്ടത്? ഒരു വസ്തു ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കണമെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തു എന്താ? ദുർഗന്ധമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ദുർഗന്ധം വമിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ദുർഗന്ധം ഇരിക്കേണ്ട ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, നമ്മുടെ ആ ചിത്തം. അതാണ് സുഗന്ധപൂരിതാവേണ്ടത്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ടറിയാം അത് നല്ലതാണോ കെട്ടതാണോ എന്നല്ലേ. അതും അതെ, ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളുടെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ട്, നമ്മളുടെ പ്രവർത്തികളെ കൊണ്ടൊക്കെ ഉള്ളിലത്തെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ പുറത്തേക്ക് നന്മ കാണും. അപ്പം ഇതുകൊണ്ടൊക്കെയാണ്. അപ്പം എല്ലാം അത്രയും ആ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെയാണ് ഞാൻ എന്ന് കൽപ്പിച്ചിട്ട് അഹംഭാവം ഉണ്ടാവണത് മനുഷ്യന്. അങ്ങനെയുള്ള ശരീരം എപ്പോൾ വേണമെങ്കിലല്ലേ ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ആ ശരീരത്തിലല്ലേ എത്ര വാസന സോപ്പ് തേച്ചിട്ടാണ് ഇത്ര കാലം കൊണ്ട് എത്ര സോപ്പ് നമ്മൾ ചിലവാക്കി ശരീരത്തിന് വേണ്ടിയിട്ട്. എത്രയെത്ര വസ്ത്രങ്ങൾ അല്ലേ, 2000, 4000, 10,000 രൂപയുടെയൊക്കെ വസ്ത്രമൊക്കെ മേടിച്ചുകൊണ്ട് ഇതിനെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. എത്രയൊക്കെയോ ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട്. കയ്യിന് എത്ര സ്വർണ്ണങ്ങളെ കൊണ്ട് മൂടണു, കയ്യും കഴുത്തും കാതൊക്കെ അത്രയും അലങ്കരിക്കുന്നുണ്ട്. ഈ ശരീരത്തിന് നമ്മളിതാ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ട് നടക്കുന്ന ആ ശരീരത്തിന് എന്താ കേൾക്കുകയാണ്, അത്രയും സൗന്ദര്യം കൊണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇനി ചെയ്യാനൊന്നുമില്ല. അത്രയും നമ്മൾ സൗന്ദര്യവർദ്ധനയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ഒരു ദിവസം വെളിച്ചാകുമ്പോൾ കേൾക്കുകയാണ് അവർക്ക് ഇന്ന അസുഖം അത്ര രക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയണു. അപ്പോൾ ഈ ശരീരത്തിനെയൊക്കെ ഇത്രയ്ക്കും പരിപാലിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി ആ ശരീരം കൊണ്ട്? ഒരു ഗുണവുമില്ല. എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ വന്നിട്ട് ഏത് സമയം വേണമെങ്കിലും വീണ് പോവാല്ലേ. കയ്യിൽ സ്വർണ്ണവളയൊക്കെ ഇട്ടിട്ട് കിലുക്കിയൊക്കെ കാണിച്ചു കൊടുത്താൽ കയ്യെ രാവിലെ എണീക്കുമ്പോൾ പൊന്തണില്ല. കയ്യെ പൊന്തുന്നത് അത് പൊന്തണില്ല. അതിൻ്റെ അത് കഴിഞ്ഞ് എത്ര സ്വർണ്ണവള ഇടിച്ചതാ നിന്നെ, നീ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ കേൾക്കില്ല. അത്ര തന്നെ. അതിൻ്റെ ആ ചലനശേഷി നഷ്ടപ്പെട്ടത് തന്നെ. അപ്പോൾ അതൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. ഒരു ശരീരത്തിൽ അഹങ്കാരം വയ്ക്കണത് ഏത് നിമിഷം വേണമെങ്കിലും അതെ. അപ്പോൾ പാപപുണ്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് സുഖവും ഉണ്ടാവണം ദുഃഖവും ഉണ്ടാവണം. അത് നമ്മൾ തന്നെ പൂർവജന്മാരായിട്ട് ആർജിച്ചു വച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ മായാമോഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അതിൽ ഞാൻ ശരീരം എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയൊക്കെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്തത്, ആ ഫലങ്ങളൊക്കെ വരും. അപ്പോൾ ആ നന്മയും തിന്മയൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശരീരങ്ങളെടുത്ത് കൂടുതൽ ജനന മരണങ്ങളിലേക്ക് വിടേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് ഈ ദേഹാഭിമാനം ഉപേക്ഷിക്കുക, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര പൂജയായിട്ട് സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ, ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കണ്ട് ആത്മസംതൃപ്തി അടക്കി പുറമേയുള്ള കണ്ണുകളെ കൊണ്ട് ഈ ലോകത്തിൽ കാണുന്നത് മുഴുവനും കണ്ട് മോഹിച്ച് മോഹിച്ച് അപകടങ്ങൾ വരുത്തി വയ്ക്കാനല്ല, ഉള്ളിലുള്ള കണ്ണുകൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കിയിട്ട് ഉൾക്കണ്ണ് തുറന്നു നോക്കണം. അപ്പോൾ ഉൾക്കണ്ണ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ വിചാരിച്ച ഏതെങ്കിലും ഒരു ഞരമ്പിനൊരു ഇത് വന്നാൽ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കും. അങ്ങനെ ഉള്ളവരെയും കണ്ടിട്ട് ആ ഞരമ്പ് കേടാത്രേ. കണ്ണ് തുറക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കണം, എന്നാലേ പറ്റുള്ളൂ. ഞരമ്പിന് ഇവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ കണ്ണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തോ ചെയ്യുമ്പോൾ തിരിങ്ങനെ തുറക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അത് ആദ്യം അടഞ്ഞു പോരും. അങ്ങനെ ആ അമ്മയ്ക്ക് കണ്ണൊന്നും കാണില്ല. കണ്ണ് കാണാനില്ല, ഇത് കാഴ്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ല, നല്ല കാഴ്ചയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് തുറക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ചെന്നാൽ അമ്മ അങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് മനസ്സിലാക്കി. കാഴ്ചയ്ക്ക് കുറവില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, കണ്ണ് തുറന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് കണ്ണ് തുറക്കണം വെച്ചാൽ തുറക്കാം, മറക്കണമെങ്കിൽ ഒരു കാര്യം കാണണം എന്നുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ വേണ്ടാന്ന് നിൽക്കാം. പക്ഷേ ഉൾക്കണ്ണ് നമുക്കങ്ങനെ തുറക്കാൻ പറ്റില്ല. ഉൾക്കണ്ണ് തുറക്കണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ആ ഉള്ളിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വേറൊരു ഡോക്ടർ അല്ലേ, ഗുരവേ വിഷജേ ഭവരോഗിണം, ആ ഭവരോഗത്തിന് ചികിത്സിക്കുന്ന വൈദ്യൻ തന്നെ വിചാരിക്കണം
ഉള്ളിലിപ്പോൾ അടഞ്ഞിരിക്കുകയാണ്, മിഴി അടഞ്ഞിരിക്കുക, ഉൾക്കണ്ണ് അടഞ്ഞിരിക്കുക. അത് തുറക്കണമെങ്കിൽ എന്ത് വേണം? ആ ഡോക്ടർ വേണം, ആ ഡോക്ടറെ ആശ്രയിക്കണം അല്ലേ? ആ ഡോക്ടർ, ആ വൈദ്യനാഥനായിട്ടുള്ള സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കണ്ണ് തുറക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തുറന്നാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക? നമുക്ക് ആ മായകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉൾക്കണ്ണ് കൊണ്ട് ആ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈശ്വരനാമം ജപിക്കാനൊക്കെ. അങ്ങനെ ആ പുത്രൻ, ഭാര്യ, സമ്പത്ത്, ഗൃഹം തുടങ്ങിയ വസ്തുക്കളിൽ അമിതമായിട്ടുള്ള ആസക്തി ഉപേക്ഷിച്ചിട്ട് വിരക്തനായിട്ട്, ഇതിനെയൊന്നും ഉപേക്ഷിക്കണമെന്നോ ഭാര്യയെ നോക്കണ്ട, നാളെ മുതൽക്ക് ഭർത്താവിനെ നോക്കണ്ട, കുട്ടികളെ നോക്കണ്ട എന്നൊന്നും പറയണില്ല. അതിലുള്ള അമിതമായ ആസക്തി വിടുക. എങ്ങനെയാണോ ഒരു ജോലി സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ജോലി ചെയ്യണത് അല്ലേ, ആ ജോലി ചെയ്യണത് കൃത്യമായിട്ട് ചെയ്യണം. അവിടുത്തെ ഏത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഗൃഹത്തിൽ ഇപ്പോൾ ഒരാളെ ജോലിക്ക് നിർത്തി, ആ വീട്ടിലുള്ളവരൊക്കെ പോയി ആ വീട്ടിൽ ഉള്ള ഗൃഹനാഥേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ ജോലിക്കാരിക്ക് അറിയാം. ആ വീട്ടിലെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെയാണെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് പോയി എന്ന് വിചാരിച്ചാലോ, അപ്പോൾ പോലീസ് വന്ന് പിടിച്ചിട്ട് പോകുമല്ലേ അതിൻ്റേതായ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അതുപോലെ നമ്മൾ അതുപോലെ ആവണം. ഇതൊന്നും അവനവൻ്റെ അല്ലായുള്ള ആസക്തി ഉപേക്ഷിക്കുക, എന്നിട്ട് വിരക്തനായിട്ട് ജീവിക്കുക. നരകത്തിലായാലും സ്വർഗത്തിലായാലും പന്നിയായാലും കുതിരയായാലും നായയായാലും ഭോഗസുഖം അനുഭവിക്കാൻ കഴിയും. അവർ ഭോഗാസക്തി ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ഭോഗസുഖം അനുഭവിക്കാൻ പറ്റും. ഉറങ്ങാൻ പറ്റില്ലേ? അതുപോലെ മൈഥുനം ചെയ്യാൻ പറ്റണോ, ഭക്ഷണം കഴിക്കാൻ പറ്റണോ, ഇതൊക്കെ ഏത് ജീവനും ഏതിനും പറ്റും. പക്ഷെ വിവേകശക്തിയുള്ള മനുഷ്യന് മാത്രമാണ്, മനുഷ്യജന്മം കൊണ്ട് മാത്രമേ ആ ഭഗവാനെ അറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. നമുക്ക് വരുന്ന എല്ലാ കർമ്മപ്രാരാബ്ധങ്ങളെയും നീക്കാൻ ആ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഭോഗങ്ങളിൽ നിന്ന് എന്നും 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 നമുക്ക് അല്ലേ ആഗ്രഹങ്ങൾ തീരില്ല അല്ലേ. 10 കിട്ടിയാൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി, കൂടി പോകും അല്ലേ. ആദ്യ കാലത്ത് ഇങ്ങനെ നടന്ന് വയ്യാണ്ട് നമുക്ക് തോന്നും ഒരു സൈക്കിള് കിട്ടിയാൽ വേണ്ടില്ലായിരുന്നെന്ന്. ആ സൈക്കിളുമ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈക്കിളുമ്പോൾ എങ്ങനെ പോകാൻ, ഒരു ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല. ആ ബൈക്ക് കിട്ടി കഴിയുമ്പോൾ തോന്നും ഇത് കുറേ കാലം കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് കാറാണെങ്കിൽ സുഖാവും എന്നാണ്. എന്ത് കിട്ടിയാലും സുഖാവില്ല അല്ലേ. അതുപോലെ തന്നെയല്ലേ ജീവിതത്തിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കുമ്പോൾ എന്തൊരു കഷ്ടപ്പാടാണ്. പഠിപ്പ് കഴിഞ്ഞാൽ സുഖമാവെന്ന് വിചാരിക്കുക. അപ്പം ജോലി കിട്ടിയാൽ നല്ല സുഖമാവും, പിന്നെ ശമ്പളമൊക്കെ കുറേ കിട്ടുമല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. മക്കൾ പറയും ജോലി കിട്ടി ശമ്പളം കിട്ടിയിട്ട് അതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ആ ജോലി ചെയ്താലേ ശമ്പളം കിട്ടില്ല. ജോലി ചെയ്യണതിൻ്റെ കഷ്ടപ്പാടും രാവും പകലും ഇല്ലാണ്ട് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും 2 ദിവസം വീട്ടിലിരുന്നാൽ മതി എന്ന് കൊതിക്കുന്നു. അപ്പോൾ അവിടെ എവിടെയാണ് സുഖം? ജോലി കിട്ടിയാൽ സുഖാവില്ലാവും. ഇതൊക്കെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ഒരു ഭാര്യ ഉണ്ടായാൽ സുഖാവും, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായാൽ സുഖാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ടൊരു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെയും കൂടി പ്രാരാബ്ധം നമുക്ക് വന്നു ചേരണമെന്നുള്ളൂ. അതിന് സുഖം ഉണ്ടായാൽ അതിന് ദുഃഖം ഉണ്ടായാൽ നമുക്ക് ദുഃഖം, അതിന് രോഗം ഉണ്ടായാൽ നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ. അതിൻ്റെ വിഷമം കൂടി നമ്മുടെ ഇതിന് വന്ന് ചേരണം. അപ്പോൾ ആ വിരക്തമായിട്ടുള്ള ഈ ജീവിതത്തിലേക്ക് കുഞ്ഞുണ്ടായാൽ സുഖമാവെന്ന് വിചാരിക്കണം. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതിൻ്റെ സ്വഭാവം എല്ലാം നമ്മളെ ബാധിക്കും. അതൊക്കെ നമ്മളെയും കൂടി ബാധിക്കും. അപ്പോഴും സ്വൈര്യം ഉണ്ടാവണുണ്ടോ? ഇല്ല. പിന്നെ അതിൻ്റെ വിദ്യാഭ്യാസം കാര്യങ്ങൾ അത് നല്ല രീതിയിൽ വന്ന് അപ്പോഴും സ്വൈര്യം ഉണ്ടാവണില്ല. അങ്ങനെ പക്ഷേ എന്നാലും പിന്നെ അത് ഇനി കുഞ്ഞു വലുതായ നന്നാവും, അതിന് കല്യാണം ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. അത് നിൽക്കണേ ഇല്ല. ഇങ്ങനെ ഇത് തന്നെ ഇനി എന്താ അവസാനം ഇല്ല. ഇതിന് അവസാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇതിന് അവസാനമില്ല. അങ്ങനെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. സുഖം എന്ന് പറയണത് ഇല്ല. അത് സുഖിച്ചിട്ട് ആർക്കും മതിയായിട്ടില്ല. അപ്പം അതുകൊണ്ട് മനുഷ്യജന്മം ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ പറയണു, അങ്ങാരാണ്? സാക്ഷാൽ പൗലസ്ത്യൻ്റെ പുത്രനാണ് അങ്ങ്, ആദ്യ ബ്രാഹ്മണനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോലെ അജ്ഞാനിയെ പോലെ അങ്ങ് പെരുമാറരുത്.
അതുകൊണ്ട് എല്ലാ ആസക്തിയും വെടിയുക, ആ ഭഗവാനെ ശരണം പ്രാപിക്കുക. രാമൻ ആ പരമാത്മാവാണ്. ആ രാമനെ സർവാശ്രയ സർവദാ ശരണാഗതി പ്രാപിക്കൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും. ആ രാമനാമത്തിൻ്റെ മഹത്വം, എത്ര വലിയ നരകത്തിലേക്ക് പതിക്കണ ഒരു ജീവനായാലും ശരി, നാമജപം കൊണ്ട് അതിൽ നിന്ന് ആ യാതനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മളൊക്കെ അനുഭവിക്കുന്ന നരകയാതന എന്ന് പറയുന്നത് എന്താ? ഈ ശരീരത്തിന് വരുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയല്ലേ. പല വിധത്തിലുള്ള പറയും, ആ നരകങ്ങളെ പറ്റി പറയും അല്ലേ. സൂചി മുഖം അങ്ങനെയൊക്കെ പറയും. സൂചി മുഖം എന്നൊക്കെ പറയണതൊക്കെ കാണണമെങ്കിൽ വല്ല ICUലൊക്കെ പോയി കണ്ടാൽ മതി. കാരണം മേല് മുഴുവനും സൂചിയും അതൊക്കെ കൊത്തിയിട്ട് പ്രാണവേദന അനുഭവിച്ചുകൊണ്ട് പെടഞ്ഞ് വീട്ടുകാരെയും കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലാകുമ്പോൾ ആരെയും കാണുകയും വേണ്ട. മറ്റത് ഒരാൾ അടുത്തിരിക്കണമെങ്കിൽ അവരോടെങ്കിലും നമുക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു മനസ്സിനെങ്കിലും ഒരു ഇത് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ആരെയും വേണ്ടപ്പെട്ടവരെ കാണാനും പറ്റില്ല, ഒന്നും പറ്റാണ്ട് കിടന്ന് ഈ വേദന അനുഭവിച്ചിരിക്കണം അല്ലേ. ഇതൊക്കെ തന്നെയാണ് നരകയാതന എന്ന് പറയണത്. മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നടന്നാൽ മതി. കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്കൊരു കുറച്ച് നേരത്തേക്ക്, അതായത് ബസ് കിട്ടി വീട്ടിലെത്തണവരെ അത്ര നേരത്തേക്കെങ്കിൽ വീട്ടിലെത്തണ വഴിക്കാറ് റോട്ടി അവിടെ ഇരുന്നിട്ട് അവിടെ ചെന്നിങ്ങനെ കാണുക ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ. അത് കണ്ടിട്ട് പറയാം, എന്തൊരു ജീവിത, ഇത്രയൊക്കെയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, എന്തിനാ അങ്ങനെ അത്യാഗ്രഹം, ഞാൻ ഇനി ഒന്നിനുമില്ല, അനാവശ്യമായിട്ട് എത്ര പൈസയാണ് നമ്മൾ ചിലവാക്കണേ. ഇന്നലെ ഭക്ഷണം മേടിച്ചതും ഇന്നലെ വസ്ത്രം മേടിച്ചതും ഒക്കെ ആയിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തെങ്കിൽ അവർക്ക് ചികിത്സിക്കാനെങ്കിലും ഭേദം 10 രൂപ കിട്ടിയാൽ അങ്ങനെയാണ് ചെയ്യേണ്ട, അനാവശ്യമായിട്ട് ചിലവാക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കയറുമ്പോഴാണ് അവിടെ ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ എന്നുള്ള പരസ്യം കാണാൻ വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി എന്തായാലും നോക്കി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. അത്രയ്ക്കേ ഉള്ളൂ നമുക്ക്. അങ്ങനെയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് പറയണു, ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? രാമ 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 എന്ന് ജപിച്ചുകൊണ്ട്, നാമം ജപിച്ചുകൊണ്ട് ആ പരമമായിട്ടുള്ള പദത്തിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ജന്മവും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെ വേണ്ടതുപോലെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി 84 ലക്ഷം യോനികളിലൂടെയൊക്കെ ജനിച്ചും മരിച്ചും അല്ലേ, എത്ര കാലം അങ്ങനെ അല്ലേ നടന്നിട്ട് വേണം ഇനി ആദ്യം ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ. അതിപ്പോൾ നമ്മളൊക്കെ വെറുതെ നശിപ്പിച്ച് കളയുക, അനാവശ്യമായിട്ട് അല്പമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള വസ്തുക്കൾക്കൊക്കെ അടിമയാക്കിയിട്ട് ശരീരത്തിനെ വെറുതെ നശിപ്പിച്ച് കളയുക. എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറഞ്ഞാൽ ബോധ്യമാവില്ല എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം അതിപ്പോൾ കേട്ട് നിൽക്കുന്ന ആളുടെ ചെവിയിലേക്ക് എത്തിച്ചാലും അതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ അതിന് ചിലവർക്കൊരു വിലയില്ലാണ്ട് സ്വീകരിക്കും, അങ്ങനെയാവും. ചിലവർക്കത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അവിടെ സഹായത്തിന്, കോഴിക്കോടായിരിക്കുമ്പോൾ സഹായത്തിന് വന്ന ആ ചേച്ചിയുടെ ഭർത്താവ് ഇതുപോലെയാണ്. അവർ മദ്യപിച്ചിട്ട് ഒരുപാട് ദ്രോഹിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളൊരു കാര്യം ഈ മദ്യപാനത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഗുണവും ആ മദ്യപിക്കണവർക്കില്ല. അത് അപ്പോഴത്തെ സുഖത്തിന് വേണ്ടിയിട്ടെന്നല്ലാണ്ട് എത്ര ദ്രോഹം മറ്റുള്ളവർക്ക് ഉണ്ടാവണേ. ഇപ്പോൾ ഒരു രോഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇങ്ങനെ ഒരു സാധനം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവനോനോ ഗുണമില്ല, അവനവൻ്റെ ശരീരത്തിൽ രോഗങ്ങളുണ്ട്. അത് മാത്രമല്ല, ആ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു സ്വൈരം ഉണ്ടാകും. എന്നും അടിപിടിയും വഴക്കും വക്കാണും ബുദ്ധിമുട്ട്, എന്തൊരു കഷ്ടം. അത് ആലോചിക്കുമ്പോൾ എന്നും എനിക്ക് സങ്കടമുള്ളൊരു കാര്യം, ഈ ഒരു കാര്യം അതെനിക്ക് അറിയില്ല. ചിലപ്പോൾ ആ സങ്കടം കൊണ്ട്, സങ്കടത്തിൽ നിന്നാണല്ലോ നമുക്ക് കോപമൊക്കെ വരിക. അപ്പോൾ ഇവർ പാവം, അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ ഒരു ദിവസം അവരുടെ ഭർത്താവ് വന്നിട്ട് രാവിലെ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ ആള് ഇത് ലഹരി ഉള്ളിൽ ചെല്ലണ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ്. ചെയ്തതിനെ പറ്റി വലിയ പശ്ചാത്തലം. എന്താ കാര്യം? ഇരിക്കുന്ന വാളെടുത്തിട്ട് കയ്യും വെട്ടി കളഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇന്നലെ എനിക്കൊരു കയ്യബദ്ധം പറ്റി, അപ്പോൾ അത് കാരണം വയ്യാണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. എനിക്ക്
അറിയില്ല. അദ്ദേഹത്തിന് നല്ല പ്രായമാണ്. ആ സമയത്തൊക്കെ ഒരു 60 വയസ്സൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഭഗവാനെ എന്താ കലി ബാധിക്കുക എന്ന് പറഞ്ഞ പോലെ കലിയാണോ ബാധിച്ചത് ഭഗവാനാണോ ബാധിച്ചത് നിശ്ചയമില്ല. വായയിൽ തോന്നിയ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാ ആവശ്യമില്ലാത്തൊരു മനുഷ്യൻ്റെ ഒരു ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ നശിപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ആ പൈസയ്ക്ക് വല്ല ഭക്ഷണം മേടിച്ച് കഴിച്ച് മിണ്ടാണ്ടിരിക്കുക, എന്തിനാ മറ്റുള്ളവർക്കും കൂടി ദ്രോഹം എന്തൊക്കെയോ പറഞ്ഞത് എന്താണെന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. ഞാനിങ്ങനെ കലിതുള്ളി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അതിനേക്കാളിലും കലിതുള്ളി ഒരാൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ്. എന്നോട് ചോദിച്ചാൽ എന്ത് കണക്കാക്കിയിട്ടാ നാളെ വൈകുന്നേരം അങ്ങേര് വന്നിട്ട് വെട്ടോത്തി കൊണ്ടുവന്ന് ഇവിടെ വന്ന് വെട്ടുമെന്നൊന്നും നിശ്ചയമില്ല, എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷേ ആ ഒരു വാക്ക് അദ്ദേഹത്തിന് വല്ലാണ്ട് അങ്ങോട്ട് ഉള്ളിൽ തട്ടി. അദ്ദേഹം നേരെ അവിടെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് വേഗം അവിടുത്തെ കുളത്തിലിറങ്ങി കുളിച്ചിട്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ മാലയിട്ടിട്ട് ഇവിടെ പഴനിമലയ്ക്ക് പോകാൻ മാലയിട്ടു. അത് കുറേ കാലം പഴനിമലയ്ക്ക് മാലയിട്ടിട്ട് അങ്ങനെ നടന്ന് അദ്ദേഹം പിന്നെ അത്രയും വ്രതശുദ്ധിയോട് കൂടിയിട്ടൊക്കെ നടന്ന് പിന്നെ പഴനിമലയ്ക്കൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശബരിമലയ്ക്ക് പോകേണ്ട കാലമായി. അപ്പോൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടു. പിന്നെ അങ്ങനെ നടന്നു. കുറേ പ്രലോഭനങ്ങളുണ്ടായിട്ടും ഇന്ന് ഈയൊരു നിമിഷം വരെ അത് ഞാൻ ഇത് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി 10-12 വർഷമായി. ഈ ഒരു നിമിഷം വരെ അദ്ദേഹം പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു എൻ്റെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല അത്. പക്ഷെ ആ പറഞ്ഞത് ഗുരുവായൂരപ്പനാന്ന് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് എന്ത് ദോഷം ഉണ്ടെങ്കിലും രാവിലെ എണീറ്റ് ജോലിക്ക് പോകണ വഴിക്ക് അവിടെ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്, അവിടെ വിളക്ക് കൊളുത്തി വെച്ച് തൊഴുതിട്ടല്ലാണ്ട് എവിടെയും പോവില്ല, അത് തൊഴുതിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ ഒരു നമസ്കാരം ഭഗവാൻ ഏറ്റെടുത്തിട്ടാവും. എന്താ അത് എന്നിലൂടെ പ്രകടമാവാനായിരിക്കും ഭഗവാൻ, എന്താണെന്നറിയില്ല. അത് എന്നോടുള്ള കാരുണ്യമാണോ എന്താണെന്ന് നിശ്ചയമില്ല. അത് പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും കർമ്മബന്ധങ്ങളാണോ എന്നറിയില്ല. ഇതിനേക്കാളും എനിക്ക് അത്ഭുതമായത് ഇദ്ദേഹത്തിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ഈ എത്ര ബോധമില്ലാണ്ട് വണ്ടി ഓടിച്ചാലും ആ സൈക്കിളുമ്മലാണ് പോവുക. ഒരു 4-5 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോകണം വീട്ടിലേക്ക്. അതൊരു കുന്നൊക്കെ കയറി പോകണം. എത്ര ആൾക്ക് എത്ര വാഹനങ്ങളുടെ ഇടയിൽ സന്ധ്യ നേരത്തൊക്കെ പോകുമ്പോൾ തിരക്കല്ലേ ഉണ്ടാവും, എന്നാലും ആൾക്കൊരു കുഴപ്പമില്ലാണ്ട് പോണ ആളാണ്. ഇത് നിർത്തി വെച്ചിട്ട് 4-ാം മാസം അദ്ദേഹം സൈക്കിളിന് പോകുമ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് കുറച്ച് ഇതായിട്ട് ആശുപത്രിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചെന്നാൽ ആദ്യം ചോദിക്കുക എന്താ എത്ര കാലം ഞാൻ അങ്ങനെ നടന്നപ്പോൾ ഇപ്പോൾ നിർത്തിയപ്പോൾ കണ്ടില്ലേ, അതല്ലേ ചോദിക്കുക, മനുഷ്യന്മാരതാ ചോദിക്കുക. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് അദ്ദേഹം ചോദിച്ചത് അതല്ല. അന്ന് എനിക്ക് അപകടം വന്നു എന്ന് വിചാരിച്ചാൽ ഈശ്വരൻ്റെ കാരുണ്യം അറിയാം. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്കിപ്പോൾ തരണത്. അതെനിക്ക് ഇതാണെന്ന് തിരിച്ചറിയാണ്ട് തന്നിട്ട് എന്താ കാര്യം? ഇപ്പോൾ ആ തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷം എനിക്ക് തരണത്. അപ്പോൾ അത് ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ എത്ര വേദനിപ്പിച്ചു, അപ്പോൾ ആ വേദനകളൊക്കെ ഒരുമിച്ച് ഭഗവാൻ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ കാരുണ്യം ആലോചിച്ച് നോക്കൂ. വേറെ ഒന്നും ചെയ്തില്ല, എന്നും രാവിലെ തൊഴുത് ആ നാമം ജപിച്ചിട്ട് 2 ഹരേ രാമ നാമം ജപിച്ചിറങ്ങിയപ്പോൾ അത് മാത്രം ചെയ്യണ ഒരു മനുഷ്യനെ ഭഗവാൻ അതിൻ്റെ പേരിൽ ഭഗവാൻ അത് കാത്തുരക്ഷിച്ചു. ഭഗവാന്റെ കാരുണ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഉള്ളിലേക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പ് എത്രയോ പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും നിന്ന് അടി കൊണ്ടുണ്ടാവും, ചീത്ത പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ ഇതുണ്ടായിട്ട്. പക്ഷേ അപ്പോഴൊന്നും തോന്നാത്ത തോന്നൽ തോന്നിയെന്നുണ്ടെങ്കിൽ അത് സമയകാലവും ഇതൊക്കെ അനുകൂലമായിട്ടാണ്. അത് അപ്പോൾ നമ്മളിതുപോലെ എത്രയോ പേരോട് പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും അത് തിരുത്തി മാറണമെന്ന് തോന്നണില്ല. വെച്ചാൽ അത് ആ ജീവന് അത് പറ്റില്ല അല്ലേ. ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ ഒരു രോഗത്തിന് ഡോക്ടറെ പോയി കാണുമ്പോൾ ആ ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറണ ഡോക്ടറാണ്. എല്ലാവരും പറയും ആ കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്, ചെന്ന് കണ്ടാൽ മതി രോഗം മാറുന്നു. പക്ഷേ ചിലവരുടെ ഒന്നും മാറാണ്ട് പോണു. അതെന്തുകൊണ്ടാണ്? അതാ പറഞ്ഞ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരുകയാണ്. അപ്പം നമ്മുടെ ചെവിയിലെത്തിയിട്ട് കാര്യമില്ല, അതിനെ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ടാളുള്ളൂ. ഇവിടെയും ഇതൊക്കെ പറഞ്ഞത് ചെവിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഭൃത്യനായ നീ എന്നെ ആചാര്യനെ പോലെയാണല്ലോ ഉപദേശിക്കണേ. പണ്ട് നീ എനിക്ക് ഉപകാരം ചെയ്തതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദയ കാണിച്ചത്. ഇനിയും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ശുഗൻ തിരിച്ചു പോവുകയാണ്. സമയം എത്രയാണ്? അപ്പോൾ ഇനി ശുഗൻ്റെ പുരാവൃത്താന്തൊക്കെയാണ് വായിക്കേണ്ടത്. അത് അടുത്ത ദിവസം നമുക്ക് പാരായണം ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും സമാധാനമായിട്ട് വായിച്ച് പോണത് എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച കുറച്ചധികം വായിച്ച് പറയാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ്. മറ്റന്നാൾ എല്ലാവരും വരണം. മറ്റന്നാൾ നാളെ ശനിയാഴ്ച, നാളെ ഗുരുവായൂർ ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ശനിയാഴ്ച നാളെയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം നാളെ അതാ പറഞ്ഞത്. അപ്പോൾ നാളെ തിരുവോണൂട്ടാണ്. അപ്പോൾ എല്ലാവരും വരണം. നാളെ വരാണ്ടിരിക്കരുത്. ഒരു കാര്യം ഒഴിവ് പറഞ്ഞിട്ട് വരില്ല എന്ന് പറയരുത്. തേവർ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് സാക്ഷാൽ പരബ്രഹ്മമായിട്ട് പറഞ്ഞു അല്ലേ. ഗുരുവായൂരപ്പനും തേവരും സമാണെന്ന് പറഞ്ഞു. ആ രാധാസമേതനായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഈ മുല്ലോർലി തേവർ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് യാതൊരു തിരക്കും ഇല്ലാണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ പ്രകാശിക്കുന്നു. ഇന്ന് അവിടെ ചെന്നപ്പോൾ നരസിംഹമൂർത്തിയായിട്ടാണ് ഒരു ദർശനം കിട്ടിയത്. അപ്പോൾ അത് അവിടെ ചെന്ന് എത്ര നോക്കിയിട്ടും എനിക്ക് നരസിംഹമൂർത്തിയുടെ ഒരു മുഖമാണ് അവിടെ ദർശനം കിട്ടിയത്. അപ്പോൾ അത് ഏത് പ്രകാരത്തിലും അവിടെ നമ്മളൊക്കെ ഗുരുവായൂർ എന്നാൽ ചന്ദനം ചാർത്തിയാലേ എങ്ങനെയൊക്കെ ദർശനം കിട്ടുള്ളൂ. അവിടെ ചന്ദനം ചാർത്താണ്ട് തന്നെ എനിക്കങ്ങനെ എങ്ങനെ നോക്കിയിട്ടും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്ന് നരസിംഹത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രഹ്ലാദ സ്തുതിയൊക്കെ കേട്ടിട്ടാണ് സപ്താഹത്തിൽ അത് കേട്ടുന്നത്. ആ സ്തുതി വായിക്കണ കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ അത് മള്ളിയൂർ തിരുമേനിയാണ് വായിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നണേ അത് കേട്ട ആ പുണ്യം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുക. ഭക്തി അല്പമെങ്കിലും അയ്യോ എന്തൊരു ഭക്തിയാണെന്നുള്ളിൽ തോന്നി. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ ആ നരസിംഹമൂർത്തിയുടെ ഒരു ദർശനം കിട്ടിയത്. അപ്പോൾ എങ്ങനെ ഏത് പ്രകാരത്തിലും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എല്ലാവിധത്തിലും അവിടെ കാത്തിരിക്കണം. നമ്മുടെ ഭഗവാന്റെ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ ആ ഭഗവാന്റെ തിരുവോണോട്ടിന് വരിക. അതും ഇത്രയും നമ്മൾ എല്ലാ തിരുവോണോട്ട് പോലെയല്ല. അത് കർക്കിടക മാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ ആ രാമായണം വായിച്ചു കൊണ്ടിരിക്കണ അതാണ്. അടുത്ത തിരുവോണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പിറന്നാളാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഈ തിരുവോണത്തിൽ വന്ന് നമ്മുടെ മനസ്സും ശരീരമൊക്കെ പരിശുദ്ധമാക്കിയിട്ട് നമ്മളുടെ ഉള്ളിൽ വേണം ആ ഭഗവാന്റെ അവതാരം ഉണ്ടാവാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് വരണം എന്ന് എല്ലാവരോടും ഞാൻ എല്ലാവരെയും പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഇവിടെ സമർപ്പിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരും പലതിക്കിന്ന് വരാറുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും വരാം. ഒരു തവണ ആയിക്കോട്ടെ. തൃക്കൈവണ്ണിയാണോ? ഓ അത് ശരി. അപ്പോൾ അത് നാളെയാണ് തൃക്കൈവണ്ണ പറഞ്ഞേക്കണേ. നാളെ ഭഗവാന്റെ പേരിൽ തന്നെ ഒരു തൃക്കൈവണ്ണ ഒരാൾ ഇവിടെ നേർന്നുണ്ട്, കൃഷ്ണൻ രോഹിണി എന്നുള്ള പേരിൽ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നമ്മളിതുവരെ പറഞ്ഞതും ചിന്തിച്ചതും കേട്ടതും ഭഗവാൻ പറഞ്ഞു തന്നതൊക്കെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്താനും സാധിക്കട്ടെ. നാളെ തീർച്ചയായിട്ടും ഇവിടെ കാണണം. ഇന്ന് കണ്ടവരെയൊക്കെ നാളെ ഇവിടെ കാണണം. ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഏകാഗ്രാക്കിയിട്ട് ഇത് കേൾക്കാൻ സാധിക്കട്ടെ. ജാനകീ ജീവനസ്മരണം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലി തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.
ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ഗർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൺ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വവതരമണം പ്രവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ
ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധേശ്യാം രാധേശ്യാം.